നമസ്കാരം. ഗർഭിണിയെ ചവിട്ടിക്കൂട്ടിയവൻ ഇനി വേണ്ട. ഇതുപോലത്തുള്ള കെട്ട പോലീസുകാരന്മാർക്ക് ഒത്താശ ചെയ്യുന്നവന്മാർ ആരാണ്? എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു ഗർഭിണിക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അതിക്രൂരമായ ദുരിതങ്ങളാണ് അന്ന് ഷൈമോൾ ഏറ്റുവാങ്ങിയത്. സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ച് SHOയുടെ മർദ്ദനമേൽക്കേണ്ടി വന്നപ്പോഴും പോലീസുകാർ തനിക്കെതിരെ കള്ളക്കേസുകൾ മെനഞ്ഞപ്പോഴും ഷൈമോളും ഭർത്താവും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരേ ഒരു കാര്യമായിരുന്നു: സത്യം ആ സ്റ്റേഷനിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഒരു വർഷം നീണ്ട കഠിനമായ നിയമപോരാട്ടത്തിനൊടുവിൽ ആ ദൃശ്യങ്ങൾ കോടതി വഴി പുറത്തെത്തിയതോടെ പോലീസിന്റെ സകല കള്ളവാദങ്ങളും കള്ളത്തരങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകരുകയായിരുന്നു. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ SHO പ്രതാപചന്ദ്രന്റെ മർദ്ദനമേറ്റ സംഭവത്തിൽ 2 വർഷത്തോളമുള്ള ഷൈമോളുടെ കാത്തിരിപ്പാണ് ഇപ്പോൾ വിജയിച്ചത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഗർഭിണിക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ദുരിതമാണ് ഷൈമോൾ ഏറ്റുവാങ്ങിയത്. സ്റ്റേഷനിലെ CCTVയിൽ സത്യം പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമാണ് മറ്റുള്ളവരോട് യുവതിയും ഭർത്താവും പറഞ്ഞത്. പിന്നീട് ഇതിനുള്ള നിയമ പോരാട്ടമാണ് അവർ ആരംഭിച്ചത്. കേസിനാസ്പദമായിട്ടുള്ള സംഭവം 2024 ജൂൺ മാസം 20-നാണ് അരങ്ങേറിയത്. പോലീസ് പൊതുസ്ഥലത്ത് വെച്ച് 2 പേരെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ യുവതിയുടെ ഭർത്താവ് തന്റെ മൊബൈലിൽ പകർത്തുന്നു. മഫ്തിയിലെത്തിയ പോലീസ് ദൃശ്യങ്ങൾ പകർത്തിയ ആളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇതന്വേഷിച്ച് സ്റ്റേഷനിലെത്തിയ യുവതിയെ CI പ്രതാപചന്ദ്രൻ മർദ്ദിക്കുന്നു. യുവതിയുടെ നെഞ്ചിൽ പിടിച്ചു തള്ളുന്നതും മുഖത്തടിക്കുന്നതും ദൃശ്യങ്ങളിൽ വളരെ വ്യക്തം. അപ്പോൾ ഇതിനെതിരെ യുവതിയും കുടുംബവും പരാതിപ്പെട്ടുവെങ്കിലും പോലീസ് ഇതെല്ലാം നിഷേധിച്ചു. യുവതി കൈക്കുഞ്ഞുങ്ങളെ സ്റ്റേഷനിലേക്ക് വലിച്ചു എറിഞ്ഞുവെന്നും പ്രശ്നം പരിഹരിക്കുവാൻ ഇടപെടുക മാത്രമാണ് ചെയ്തത് എന്നൊക്കെയുള്ള പോലീസിന്റെ വിശദീകരണം പാഴ്വാക്കായി. കൂടാതെ പരാതിക്കാരി പോലീസുകാരെ മർദ്ദിച്ചുവെന്നും ഉദ്യോഗസ്ഥർ ആരോപണം ഉന്നയിച്ചു. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് യുവതിയും ഭർത്താവും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ ഇവർ നേരിട്ട് കോടതിയെ സമീപിച്ചു. എന്നാൽ ഷൈമോളും ഭർത്താവും കോടതിയെ സമീപിച്ചതിന് പിന്നാലെ കള്ളക്കേസുകളും ഇല്ലാത്ത വകുപ്പുകളും ചുമത്തി കേസ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പോലീസ് ശ്രമിച്ചു. പോലീസ് കസ്റ്റഡിയിലുള്ള ഭർത്താവിനെ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കുവാൻ ശ്രമിച്ചു. സ്റ്റേഷൻ ആക്രമിച്ചു. SHOയെ മാന്തുകയും ആക്രമിക്കുകയും ചെയ്തു. കൈക്കുഞ്ഞുങ്ങളുമായി എത്തി സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു തുടങ്ങിയവയായിരുന്നു കള്ളക്കേസിന്റെ ഭാവനയിൽ പോലീസ് എഴുതി ചേർത്ത സംഭവങ്ങൾ. അതൊരു വലിയ തിരക്കഥ പോലെയായി. പൊതുസ്ഥലത്ത് പോലീസ് നടത്തിയ മർദ്ദനം ഫോണിൽ പകർത്തിയതിന് ഷൈമോളുടെ ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയ 5 ദിവസമാണ് ഈ പോലീസുകാരന്മാർ ജയിലിലിട്ടത്. ഇതേ തുടർന്ന് സ്റ്റേഷനിൽ അരങ്ങേറിയ സംഭവങ്ങൾക്ക് സാക്ഷിയായ കുട്ടികൾ ദിവസങ്ങളോളം അതിന്റെ മാനസിക ആഘാതത്തിലായിരുന്നു എന്നുള്ളതാണ്. ഇതോടെയാണ് സംഭവത്തിൽ നിയമ പോരാട്ടവുമായി അവർ രംഗത്ത് വരുന്നത്. കോടതിയിൽ അഭിഭാഷകൻ മുഖേന പരാതി നൽകുന്നു. ജഡ്ജിക്ക് മുൻപാകെ മൊഴി നൽകുന്നു. 1 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടം. അതിനൊടുവിലാണ് ഷൈമോൾക്ക് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ലഭ്യമായത്. സത്യത്തിൽ ഗർഭിണിയായ ഒരു വീട്ടമ്മയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ അത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. താൻ 3 മാസം ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ടും CI പ്രതാപചന്ദ്രൻ ഷൈമോളെ നെഞ്ചിൽ പിടിച്ചു തള്ളുകയും കരണത്തടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ക്രൂരത മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് ഷൈമോൾ CIയെ മാന്തിപ്പൊളിച്ചുവെന്നും സ്റ്റേഷൻ ആക്രമിച്ചുമെന്നുമുള്ള വ്യാജ FIR പോലീസ് തയ്യാറാക്കുന്നു. എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഷൈമോൾ നിസ്സഹായായി നിൽക്കുന്നതും ഉദ്യോഗസ്ഥൻ മർദ്ദിക്കുന്നതുമാണ് കാണാൻ കഴിയുന്നത്. ഭർത്താവിനെ ജയിലിലിട്ട് തന്നെയും കള്ളക്കേസിൽ കുടുക്കി പൂട്ടാൻ ശ്രമിച്ച പോലീസിന്റെ ഹുങ്കിനെയാണ് ഹൈക്കോടതിയുടെ സഹായത്തോടെ ഷൈമോൾ തോൽപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സുജിത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? മറന്നു കാണില്ല. കാരണം കുന്തംകുളം സ്റ്റേഷനിൽ വെച്ച് നേരിടേണ്ടി വന്ന വലിയ മർദ്ദനം ഉണ്ടായിരുന്നു. അതിന് സമാനമാണ് കൊച്ചിയിലെ ഈ സംഭവവും. ഇത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. യൂണിഫോം ഇട്ടവരുടെ ഗുണ്ടായുസത്തിനെതിരെയും കള്ളക്കേസുകൾക്കെതിരെയും പതറാതെ പൊരുതിയ ഷൈമോൾ ഇന്ന് നീതി തേടുന്നവർക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുറ്റാരോപിതനായിട്ടുള്ള CI പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. ആ നടപടി ഷൈമോളിന്റെ പോരാട്ടത്തിന് ലഭിച്ച ആദ്യ വിജയമായി മാറിയിരിക്കുന്നു. ഇനിയും നിയമ പോരാട്ടം അവർ തുടരുക തന്നെ ചെയ്യും. അധികാരത്തിന്റെ അടയാളമായ പോലീസ് യൂണിഫോമിനോ സ്റ്റേഷനിലെ ലോക്കപ്പിനോ ഷൈമോൾ എന്ന വീട്ടമ്മയെ ഭയപ്പെടുത്താനായില്ല എന്നതാണ് വസ്തുത. ഗർഭിണിയായിരിക്കെ സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റിട്ടും പോലീസിന്റെ കള്ളക്കേസുകളിൽ കുടുങ്ങിയിട്ടും പതറാതെ അവൾ പൊരുതി നേടി. തന്റെ ഭർത്താവിനെ പോലീസ് ബലം പ്രയോഗിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഷൈമോൾ ഒളിച്ചോടിയില്ല. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അവൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. അവിടെ ഭർത്താവിനെ പോലീസ് മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ഗർഭിണിയാണേ എന്ന ആദി പോലും ഇല്ലാതെ അവൾ നീതി ചോദിച്ചു. പോലീസിന്റെ അനീതിക്കെതിരെ വിരൽ ചൂണ്ടിയ ആ നിമിഷം മുതലാണ് ഷൈമോളിന്റെ
അസാമാന്യമായിട്ടുള്ള പോരാട്ട വീര്യം ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ നോർത്ത് CI പ്രതാപചന്ദ്രൻ ഷൈമോളെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഒരു സ്ത്രീയാണെന്നോ അല്ലെങ്കിൽ ഒരു ഗർഭിണിയാണ് എന്നോ ഉള്ള ഒരു പരിഗണന പോലും നൽകാതെയായിരുന്നു ഈ അതിക്രമം എന്ന് പുറപ്പെടുന്നത്. നെഞ്ചിൽ പിടിച്ചു തള്ളുന്നതും മുഖത്തടിക്കുന്നതും ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. എന്നാൽ മർദ്ദനം കൊണ്ട് ഷൈമോളെ തളർത്താമെന്ന് കരുതിയ പോലീസിന് അവിടെ പാടെ തെറ്റി. താൻ CIയെ മാന്തിപ്പൊളിച്ചുവെന്നും സ്റ്റേഷനിലെ ഫർണിച്ചറുകൾ അടിച്ചു തകർത്തുവെന്നുമായിരുന്നു പോലീസിന്റെ ആരോപണം. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് എത്തി സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും ഇല്ലാത്ത വകുപ്പുകൾ ചേർത്തവർ കേസെടുക്കുകയും ചെയ്തു. ഭർത്താവ് ബെൻജോയെ 5 ദിവസമാണ് ഇവർ ഇതിന്റെ പേരിൽ ജയിലിലടച്ചത്. ഈ പ്രതിസന്ധികളൊന്നും തന്നെ പക്ഷേ ഷൈമോൾ എന്ന് പറയപ്പെടുന്ന ആ വനിതാ രത്നത്തെ തളർത്തിയില്ല എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ മുക്കിക്കളയുമെന്ന് ഷൈമോൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും കളയാതെ അവൾ ഹൈക്കോടതിയെ സമീപിച്ചു. ദൃശ്യങ്ങൾ സംരക്ഷിക്കുവാൻ കോടതി ഉത്തരവ് വാങ്ങിയ ആ ദീർഘവീക്ഷണമാണ് ഇന്ന് CIയെ കുടുക്കിയ ഏറ്റവും വലിയ തെളിവായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പോലീസിന്റെ കള്ളങ്ങൾ ഓരോന്നോരോന്നായി ആ ദൃശ്യങ്ങളിൽ വെളിച്ചെത്തു വന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് ഞാൻ ആദ്യം സൂചിപ്പിച്ച സുജിത്തിനെ കുന്നംകുളം സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് സമാനമായാണ് ഷൈമോളിന്റെ കാര്യത്തിലും ഇപ്പോൾ നീതി നടപ്പായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 2.5 വർഷം നീണ്ട പോരാട്ടത്തിന് ഒടുവിലാണ് സുജിത്തിന് നീതി ലഭിച്ചത് എങ്കിൽ ഷൈമോൾക്ക് 1 വർഷത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു എന്നുള്ളതാണ്. രണ്ടിടത്തും രക്ഷയ്ക്കെത്തിയത് കോടതി തന്നെയാണ്. ആ കോടതി ഇടപെടലിൽ സ്ഥാപിച്ച ഈ CCTV ക്യാമറകളാണ് ദൈവങ്ങളായി അവിടെ പരിണമിച്ചത് എന്നുള്ളതാണ്. ഭർത്താവ് ജയിലിലായപ്പോഴും തനിക്കേറ്റ മർദ്ദനത്തിന് നീതി തേടി ഗർഭിണിയായ ഷൈമോൾ ഒറ്റയ്ക്ക് പോരാടി. വനിതാ കമ്മീഷനിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മനുഷ്യാവകാശ കമ്മീഷനിലും അവൾ പരാതി നൽകിക്കൊണ്ടേയിരുന്നു. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും തന്നെ മർദ്ദിച്ചുവെന്നവർ അതിനകത്ത് വെളിപ്പെടുത്തുകയും ചെയ്തു. താൻ ഗർഭിണിയാണ്, എന്നെ വിടണമെന്നവർ കരഞ്ഞു പറഞ്ഞിട്ടും ഒരു ദയയും ഈ പോലീസ് കാട്ടിയിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ വെളിപ്പാടകലെയാണ് ഷൈമോളും കുടുംബവും താമസിക്കുന്നത്. പോലീസ് മഫ്തിയിൽ നടത്തിയ മർദ്ദനം അത് ഭർത്താവ് മൊബൈലിൽ പകർത്തിയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത്. ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കാനായിരുന്നു പോലീസിന്റെ ആദ്യ ശ്രമം. ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയതും കുട്ടികൾക്കുണ്ടായ മാനസിക ആഘാതവുമാണ് ഷൈമോളെ പക്ഷേ ഈ നിയമ പോരാട്ടത്തിന് പ്രേരിപ്പിച്ചത്. ഒടുവിൽ കോടതി ഉത്തരവിലൂടെ ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പോലീസിന്റെ കള്ളക്കഥകൾ ഇപ്പോൾ ഇതാ പൊളിഞ്ഞിരിക്കുന്നു. ഷൈമോൾക്കെതിരെ മുഖ്യമന്ത്രി ഇടപെടുകയും CI പ്രതാപചന്ദ്രനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. നീതി വൈകിട്ടാണെങ്കിലും സത്യം പുറത്തു വരുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് കുടുംബം പ്രതികരിക്കുകയും ചെയ്യുന്നു. നീതി ലഭിക്കുന്നതുവരെ ഈ പോരാട്ടം നിർത്തുകയല്ല എന്ന് ഉറച്ച ശബ്ദത്തോടുകൂടി ഷൈൻ അന്നും ഇന്നും പറയുകയാണ്. CIക്കെതിരായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ, നിയമ നടപടികൾ കോടതിയിൽ തുടരുകയും ചെയ്യുന്നു. സത്യം CCTVയിൽ ഉണ്ട് എന്ന ഷൈമോളിന്റെ വാക്കൊടുവിൽ വിജയിച്ചു. CI പ്രതാപചന്ദ്രൻ മാന്തി എന്ന പോലീസിന്റെ കള്ളക്കഥകൾ ദൃശ്യങ്ങളിൽ പൊളിഞ്ഞു. നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി കൈപ്പിടിയിലൊതുക്കി കൊച്ചിയിലെ വീട്ടമ്മയുടെ പോരാട്ടം വിജയിച്ചിരിക്കുന്നു. പോലീസ് കഥകളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇതൊരു സൂചനയാണ്, കൂടാതെ തിരിച്ചടിയും. സത്യം വിജയിക്കുമെന്ന സൂചനയും ആരെയും പോലീസ് കുപ്പായത്തിന്റെ ബലത്തിൽ തകർക്കാമെന്ന അഹങ്കാരത്തിനേറ്റ കടുത്ത തിരിച്ചടിയുമാണ്. അതുകൊണ്ട് പൊന്നു പോലീസുകാരെ, ഇതൊരു മുന്നറിയിപ്പാണ്. കൂടുതൽ അധികാരത്തിന്റെ അഹന്ത നാട്ടുകാരുടെ നെഞ്ചിൽ കാണിക്കരുത് എന്ന മുന്നറിയിപ്പ്.